ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായില്ലേ എന്നെ കണ്ടിട്ട്. ഞാൻ നല്ല ചൂടും വെയിലും ഒക്കെ അല്ലേ, അപ്പോൾ നോമ്പല്ലേ ഭയങ്കര ക്ഷീണിക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് നേരത്തെ ഒന്നും അടുക്കളയ്ക്ക് വരലില്ല. കുറച്ച് ടൈമായിട്ടാണ് വരൽ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ നല്ല മഴ കിട്ടിയിട്ടോ ഞങ്ങൾക്കൊക്കെ. മഴ പെയ്ത് നന്നായിട്ട് തണുത്ത് നല്ല റാഹത്തായിട്ടോ. അപ്പോൾ നല്ല നോമ്പ് വിൽക്കാനൊക്കെ നല്ല അന്തരീക്ഷം, നല്ല സുഖമുണ്ട് കേട്ടോ. മക്കൾസിനൊക്കെ നോമ്പ് വിൽക്കാൻ പറ്റിയ കാലാവസ്ഥ ആയിട്ടോ. എന്തായാലേ പഠിച്ചവനും ഒരു ദിവസം കൊണ്ട് നമ്മളെ കാലാവസ്ഥ മാറ്റി എന്ന് പറഞ്ഞ പോലെ ആയിന്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ വന്നപ്പോൾ ഞാനിനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മുട്ട ഉണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ. കാടമുട്ട ഉണ്ടായിന്. അത് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, ഇങ്ങനെ കുറച്ച് ഗരം മസാല അങ്ങനെയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അത് പച്ചമണം ആറുനേരം ഒന്ന് വേവിച്ചിട്ട് നമ്മൾ മുട്ട അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക കേട്ടോ. എന്നിട്ട് ഇതാ സോസ് ഉണ്ടെങ്കിൽ മതി കേട്ടോ. അതും ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആക്കിയാൽ നല്ല ക്രീമി ആയി നിൽക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സോസ് ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് മിക്സാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചാൽ മുട്ട കഴിക്കാത്ത മക്കളും കഴിക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് മുന്നേ തന്നെ ഇങ്ങനെ ഈ ഇതുണ്ടാക്കാൻ വിചാരിച്ചു. ഫുഡിങ്ങല്ലേ, കസ്റ്റാർഡ്. നോമ്പ് പറ്റുമോ എനിക്ക് കസ്റ്റാർഡ് നിർബന്ധം. അപ്പോൾ അങ്ങനെ പറയും. പക്ഷെ തണുപ്പായതുകൊണ്ട് ഉണ്ടാക്കാൻ മടി ഇനി വെറുതെ ചുമക്ക് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും കസ്റ്റാർഡ് അത് പാൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതുള്ള ഫ്രൂട്ട്സ് അതിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുന്തിരി വലിയ കുഴപ്പമില്ല, വലിയ പുളി ഇല്ലാത്തതുകൊണ്ട് അതും കുറച്ചൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ കസ്കസില്ലേ, അത് സീഡ് അത് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ച് ഇനി കുതിർത്തി വെച്ചിട്ടുണ്ട്. അതും ഒക്കെ ഇട്ടിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായി ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടോ. ഇന്ന് ഞങ്ങൾ പത്തിരി മീൻ കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ വത്തക്ക ജ്യൂസ് ഉണ്ട്, പിന്നെ ചായ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ